ആലപ്പുഴയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിന് ആവശ്യമായ ചികിത്സ നൽകുന്നില്ലെന്ന് പരാതി. അക്രമ സ്വഭാവമുള്ള യുവാവ് തെരുവിളക്കുകൾ തകർക്കുകയും വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും പതിവാണെന്ന് തൃക്കുന്നപ്പുഴ നിവാസികൾ പറയുന്നു. യുവാവിന് ആവശ്യമായ ചികിത്സ നൽകാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃക്കുന്നപ്പുഴ നിവാസികൾക്ക് നിരന്തരം തലവേദനയായിരിക്കുകയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്വന്തം നാട്ടുകാരൻ. ഞാൻ അവിടുന്ന് പതുക്കെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ എന്റെ പുറകിന് എന്നെ പിടിക്കാനായിട്ട് വരുന്നത് പോലെ ഇവൻ എന്റെ പുറകിന് ഓടി വന്ന് ചീത്തയെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ചീത്ത വിളിച്ചുകൊണ്ട് എന്റെ പുറകിന് വന്ന് എനിക്ക് പേടി ഇവൻ എന്നെ കയറി പിടിക്കുമോ എന്നുള്ള ഒരു ഭയത്തിന് ഞാൻ ആദ്യം ഓടി ഈ വീട്ടിൽ കയറിയപ്പം അവർ നിങ്ങൾക്ക് പേടി. രാത്രിയിൽ വീടിന്റെ കതകിൽ മുട്ടുക, പ്രദേശത്തെ വഴിവിളക്കുകൾ തല്ലി തകർക്കുക, ഇങ്ങനെ ആക്രമണങ്ങൾ ഓരോന്ന് എണ്ണി പറയുകയാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് ജീവിക്കണം, ഇവന്റെ ശല്യം കൊണ്ട് ഒരു കണക്ക് ജീവിക്കാൻ പറ്റില്ല. സന്ധ്യ ആകുമ്പോൾ ഗേറ്റിന്റെ വാതിക്കെ പിച്ചാത്തിയും കൊണ്ട് വന്ന് നിൽക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാനൊക്കത്തില്ല. നമ്മുടെ കഥകളിട്ട് കൊട്ടും. എനിക്ക് കറണ്ടിന്റെ റാട്ടിന്റെ വയറൊക്കെ പൊട്ടിച്ചു വിടുകയൊക്കെ ചെയ്ത് അവനങ്ങ് പെരയ്ക്കകത്തോട്ട് കയറി വരും. പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? കഥ അടച്ച് പെരയ്ക്കാതിരിക്കുക. 1 വയസ്സുള്ള കുഞ്ഞിനെ പോലും ഇടത്തില്ല. അതുപോലുള്ള അസഭ്യങ്ങളാണ് അവന്റെ വായിൽ നിന്ന് വീഴുന്നത്. 3 മാസമുള്ള കുഞ്ഞിനെ അവൻ അസഭ്യമായ രീതിയിൽ അവൻ അവിടെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പരാതി കൊടുത്തു. തൃക്കുന്നപ്പുഴ പോലീസ് അവന് സൈഡ് എന്ത് ചെയ്താലും നമുക്ക് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ പോകും. നാട്ടുകാരുടെ പരാതി ഉയരുമ്പോൾ പോലീസ് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. പക്ഷേ ചികിത്സ പൂർത്തിയാക്കാതെ ഇയാൾ തിരിച്ചു വന്ന് പ്രദേശത്ത് വീണ്ടും പ്രശ്നമുണ്ടാക്കും. പിന്നെ ഇന്നലെയും തെറി വിളിച്ച് ഞാൻ ഒന്നിനും പോയില്ല. എന്നിട്ട് ആവശ്യമില്ലാത്ത തെറി മാനക്കേട് എല്ലാം എന്നാ അങ്ങനെയൊക്കെ അവൻ്റെ ജോലി. നാട്ടുകാരുടെ പൊതുവായ ആവശ്യം ഇയാൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്നാണ്. അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇടപെടലാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.